തന്റെ അറിവുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പോകില്ലായിരുന്നു, താൻ വിലക്കുമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ കാര്യത്തിനപ്പുറം എന്തെങ്കിലും ഒരു കാര്യം പ്രിയപ്പെട്ട ഇപ്പം എന്നെ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് എന്നെ വ്യക്തിപരമായി ശകാരിച്ചില്ലെങ്കിലോ അത് മാധ്യമങ്ങളിലൂടെ പറയേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? രാഹുൽ നേതൃത്വം പോകണ്ട, ഇനി ചർച്ചയില്ലാന്ന് തീരുമാനിച്ചെടുത്ത് രാഹുൽ എന്തുകൊണ്ടാണ്? അത് ഞാൻ വളരെ വിശദമായിട്ട് രാവിലെ ഏതാണ്ട് ഒരു 20-25 മിനിറ്റ് ഞാൻ അതിനെപ്പറ്റി വളരെ വിശദമായി വിശദീകരിച്ചതാണ്. അതിനെപ്പറ്റി ഒരു വാക്ക് പോലും എനിക്ക് അദ്ദേഹത്തിൽ പറയാനില്ല. പിന്നെ ഇപ്പം നിങ്ങൾ വന്നിട്ട് എന്തോ ഒരു മാറ്റം സംഭവിച്ചതുപോലെ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് കൗതുകം ഉണ്ടായത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നേതൃത്വത്തിന് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നേതൃത്വം പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ലല്ലോ. നേതൃത്വത്തിന് അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് തെറ്റാണ്. CPM-ന് വടി കിട്ടിയല്ലോ എന്ന് 23-ാം തീയതി അറിയാലോ. ഇതിനേക്കാൾ വലിയ പ്രചണ്ഡ പ്രചരണങ്ങൾ പാലക്കാട് വ്യക്തിപരമായി അനുഭവിച്ച ആളാണ് ഞാൻ. ഇതോടുകൂടി തീർന്നു, UDF തീർന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു വിഷ്വൽ എനിക്ക് ഒരാൾ അയച്ചു തരായിരുന്നു. ഒരു മാധ്യമ സ്ഥാപനം ഒരു പാർട്ടിയുടെ റാലി നടന്നപ്പോൾ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെഞ്ചെടുപ്പ് കൂടി. അപ്പോൾ വേറൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ കമന്റാണ്, അവസാനിച്ചു, UDF അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞിടത്തുനിന്ന് ഇപ്പം ഞാനല്ലേ പാലക്കാടിൻ്റെ MLA, അങ്ങനെ പറഞ്ഞിടത്തുനിന്ന് ചാണ്ടി ഉമ്മൻ അല്ലേ പുതുപ്പള്ളിയുടെ MLA, അങ്ങനെ പറഞ്ഞിടത്തുനിന്ന് ഉമാ തോമസ് അല്ലേ തൃക്കാക്കരയുടെ MLA, ഷാഫി പറമ്പലല്ലേ വടകരയുടെ MP. അപ്പം അതിനകത്തൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. രാഹുൽ പറഞ്ഞതന്നെ ഇപ്പോൾ പറയുന്നതെന്ന് പറയുന്നു. പക്ഷേ നേതൃത്വം ആവശ്യപ്പെടാതെ എന്തുകൊണ്ടാണ് PV അൻവർ? അത് ഞാൻ വളരെ വിശദമായി രാവിലെ പറഞ്ഞു. ഞാനത് പറഞ്ഞല്ലോ, അത് വ്യക്തിപരമായി കണ്ടതാണ് എന്ന് ഞാനത് പറഞ്ഞല്ലോ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ സമയത്ത് പാർട്ടിയുടെ അറിവോടെ പോകുന്നതും അല്ലാതെ പോകുന്നതും തമ്മിലുള്ള ഒരു പ്രശ്നമില്ലേ? അങ്ങനെ തോന്നുന്നില്ല? അല്ല, പാർട്ടിയുടെ അറിവോടെയാണ് പോയതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഏതെങ്കിലും നേതാക്കന്മാർ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയതെന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് ഇപ്പം നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഏതാണ്? അല്ല, പറയട്ടെ, പ്രതിപക്ഷ നേതാവ് ഒരു കൺഫ്യൂഷനും പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ കുറേ കമൻറ്റുകൾ പറയണം, അപ്പം ഇതങ്ങ് എയറിൽ നിർത്തണം. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നിനും എതിരായിട്ടൊരു വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു വാർത്ത കിട്ടില്ല. അങ്ങനെ പറയട്ടെ, അങ്ങനെ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് വെറുതായിട്ടുള്ള ആത്മവിശ്വാസം. അല്ല, ഇപ്പൊ നേതൃത്വം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വം എന്നോട് പറയുകയാണ് എന്റെ ഒരു പ്രവൃത്തി തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുന്നു. അല്ല, കോൺഗ്രസ് നേതൃത്വം എന്നോട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവർക്കാണല്ലോ കുറെ കൂടെ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ എന്നേക്കാൾ വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകളാണല്ലോ ഇതിന്റെ നേതൃത്വം, അല്ലേ? ഇപ്പൊ നേതൃത്വം, ഇപ്പൊ പാർട്ടി എന്നോട് പറയുകയാണ് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറയുന്നിട്ടല്ല, ഞാനാണ് ശരി എന്നാണ് പറയുന്നത്. പാർട്ടി പറയുന്നതാണ് ശരി. പാർട്ടി പറയുന്നതാണ് ശരി. പാർട്ടി എന്താണോ പറഞ്ഞത് അതാണ് ശരി. അല്ല, പാർട്ടി എന്താണ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. അത് നേതൃത്വം എന്നോട് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. എന്നോട് പാർട്ടി നേതൃത്വം ഇപ്പൊ പറയുകയാണ് അത് തെറ്റാണ്. പാർട്ടി നേതൃത്വം അത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന്. അതിനകത്ത് വ്യക്തിപരമായി ശകാരിച്ചു എന്നൊക്കെ VD സതീശൻ തന്നെ പറയുന്നുണ്ട്. അപ്പം അതായത് രാഹുലിനെ തന്നെ തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു പോക്ക് വേണ്ടായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നു എന്നൊരു തോന്നൽ? രാഹുൽ പറഞ്ഞു രാവിലെ തന്നെ വ്യക്തിപരമായിരുന്നു സന്ദർശനം, അതായത് പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് അവരും പറയുന്നത്. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയാവോ? ഇതിനകത്തൊരു പ്രശ്നം, ഇപ്പം നിങ്ങളുടെ ഒരു വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം എൻ്റെ അടുത്തൊന്നും കിട്ടുന്നില്ല. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പാർട്ടി നേതൃത്വം തെറ്റാണെന്ന് പറഞ്ഞല്ലോ, VD സതീശൻ ശകാരിച്ചു എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അല്ല സഹോദര, ഞാൻ പറയട്ടെ സഹോദര, അങ്ങ് ആഗ്രഹിക്കുന്ന അങ്ങയുടെ മുഖത്ത് തന്നെ നിരാശയുണ്ട്. ആ ചമ്മലും ചടുപ്പും അങ്ങയുടെ മുഖത്ത് ചിരിയിലുണ്ട്. ഞാൻ പറയട്ടെ അതായത് ഞാൻ അന്നേരം അതിനെതിരായിട്ട് എന്തൊരു ഔട്ട്സ്പോക്കൺ ആകണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ കോൺഗ്രസിന് ഔട്ട്സ്പോക്കൺ ആകാൻ ഉദ്ദേശിക്കുന്നില്ല, കോൺഗ്രസ് ലീഡർഷിപ്പിന് ഔട്ട്സ്പോക്കൺ ആകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. അങ്ങനെ ഔട്ട്സ്പോക്കൺ ആയിട്ട് ആകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പം നേതൃത്വം എന്നെ ശകാരിച്ചു എന്ന് അവർ പറഞ്ഞാൽ എന്നെ ശകാരിച്ചു. നേതൃത്വം അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം പാർട്ടിയാണ് ആത്യന്തികം, പാർട്ടിയാണ് വലുത്, നേതൃത്വമാണ് വലുത്. ആ നേതൃത്വം തെറ്റാണെന്ന് പറഞ്ഞാൽ എന്റെ ഭാഗത്തായിരിക്കും തെറ്റ്. അല്ല, അതിന് ഞാൻ വളരെ രാവിലെ വിശദമായി പറഞ്ഞതാണ്. അതായത് ഞാനത് വളരെ വ്യക്തിപരമായി കണ്ടതാണ്. കാരണം വ്യക്തിപരമായി കണ്ടിട്ട് അദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുക്കണമെന്നല്ല പറയുന്നത്. അദ്ദേഹത്തോട് മുന്നണിയിൽ ചേരാൻ അദ്ദേഹത്തോട് നമ്മൾ പറയുന്നത് എന്താണ്? അദ്ദേഹം ചെയ്ത തെറ്റുകളാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളുടെ ട്രാക്ക് ശരിയല്ല, നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കൂ. നിങ്ങൾ വൈകാരികമായിട്ടാണ് ഈ വിഷയത്തെ പ്രതികരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞൊരു കോസ് ഉണ്ട്, നിങ്ങൾ പിണറായിസത്തിനെതിരായിട്ട് പറഞ്ഞൊരു കോസ് ഉണ്ട്. ഞാൻ ആ കോസിനോട് ഐക്യപ്പെടുന്ന ആളാണ്. പിണറായിസത്തിനെതിരായിട്ടുള്ളൊരു കോസ്, നമ്മളിപ്പം സംഘിസം എന്ന് പറയുന്ന പോലെ തന്നെ പിണറായിസം, സംഘിസത്തിനെതിരായിട്ട് ആര് സംസാരിച്ചാലും നമ്മളത് ആരാണ് ഏതാണ് എന്ന് പോയി ചകഞ്ഞു നോക്കിയിട്ടല്ലോ ആദ്യം പറയുന്നത്. അവർ പറയുന്ന ആശയത്തിന് ഒരു പ്രാധാന്യമുണ്ട്, പിന്നാണ് അവരുടെ പറയുന്ന ലക്ഷ്യമൊക്കെ പറയുന്നത്. എന്ന് പറയുന്ന പോലെ പിണറായിസത്തിനെതിരായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ പിണറായിസം ഈസ് എ റിയാലിറ്റി. അത് മാധ്യമപ്രവർത്തകരായി നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്,
പൊതുപ്രവർത്തകരായ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, സാധാരണ മനുഷ്യന്മാർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആ പിണറായി സത്തെ പറ്റി ആര് വോക്കൽ ചെയ്താലും അതിനോട് ഐക്യദാർഢ്യപ്പെടും. ആ ഐക്യദാർഢ്യപ്പെടുന്ന ആളോട് നിങ്ങളുടെ ട്രാക്ക് തെറ്റാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ അത് പോകുമ്പോഴും എൻ്റെ മനസ്സിൽ എന്താണ് ധാരണ, ശ്രീ പി വി അൻവറിനോട് പറയുകയാണ്, നിങ്ങൾ പിണറായി സത്തിനെതിരായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളിപ്പോൾ എടുക്കുന്ന നിലപാടുകൾ അതിവൈകാരികമാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ അതിവൈകാരികമാണ്, ആ അതിവൈകാരികമായ സ്റ്റാൻഡല്ല നിങ്ങൾ എടുക്കേണ്ടത് ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി പറഞ്ഞു. അപ്പം അത് ഇന്നലെ ഞാൻ നോക്കുമ്പോൾ അത് അദ്ദേഹത്തോട് സംസാരിക്കണം എന്നെനിക്ക് തോന്നി. കാരണം ആ ആശയത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നി അത് ഇന്നെൻ്റെ പാർട്ടി പറയുകയാണ് അത് ചെയ്തത് തെറ്റാണ് എന്നോട് പറയുകയാണെങ്കിൽ പാർട്ടി പറയട്ടെ. അല്ല, പാർട്ടിയുടെ അനുവാദം വ്യക്തിപരമായ ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ അതായത് അൻവറിനോട് പിന്നെ അൻവർ കുറേ ഉപാധികൾ വെക്കുക, അതിനകത്ത് ഞാൻ മധ്യസ്ഥനാകാം, അല്ലെങ്കിൽ മുന്നണിയിലേക്ക് ഞാൻ എടുക്കാൻ ശ്രമിക്കാം എന്നൊന്നുമല്ലോ പറയുന്നത്. ഞാൻ പറയുന്നത് ശ്രീ പി വി അൻവർ, താങ്കൾ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ പാർട്ടിയും പറയുന്നത്. പാർട്ടി പറയുന്ന കാര്യം തന്നെ പാർട്ടി എന്ത് ചെയ്യുന്നു, പാർട്ടിയുടെ നേതാക്കന്മാർ പത്രസമ്മേളനത്തിലൂടെ പറയുന്ന കാര്യം അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിക്കാനായിട്ടൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട്, ആ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് ആ സ്പേസിനെ ഞാൻ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അതല്ലാതെ ഞാൻ മുന്നണിക്ക് വേണ്ടി സംസാരിക്കാനല്ല പോയത്. മുന്നണിക്ക് പറഞ്ഞല്ലോ, മുന്നണിക്ക് ഒരാളുടെയും ജയിക്കാൻ ജനങ്ങളുടെ അല്ലാതെ ആരുടെയും പിന്തുണയുടെ ആവശ്യമില്ല. അത് തന്നെയാണ് ലീഡർ. ഒന്ന് പറയട്ടെ, നിങ്ങൾ എന്നെ എൻ്റെ ചോദ്യങ്ങൾ പ്ലേസ് ചെയ്യണം, എൻ്റെ മറുപടികൾ കൂടി കേൾക്കണം. ഞാനൊന്ന് പറയട്ടെ, മുന്നണിക്ക് ജനങ്ങളുടെ അല്ലാതെ ആരുടെയും സഹായം വേണ്ട ഇവിടെ ജയിക്കാൻ. ഇവിടെ ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. അതിനപ്പുറം അദ്ദേഹത്തിനൊരു വീഴ്ച ഉണ്ടെങ്കിൽ, നമുക്കറിയുന്ന ഒരാൾക്കൊരു വീഴ്ച ഉണ്ട് എങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വീഴ്ച ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്, ഇപ്പം നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടെന്ന് തോന്നുകയാണ്, നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നല്ല എന്നെ വിളിക്കില്ലേ? ഉടനെ പിന്നെ അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തെ വിളിച്ചു ചോദിച്ചിട്ടാണോ പറയുന്നത്? അത് നമുക്ക് വ്യക്തിപരമായി തോന്നുന്നൊരു ഫീലിംഗ് ആണ്. അത് പറയട്ടെ, ഞാൻ പൂർത്തീകരിച്ചിട്ട് അതിനുശേഷം നിങ്ങളുടെ സ്ഥാപനം പറയുകയാണത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. നീ അദ്ദേഹം UDF ഇല്ലെന്ന് പറയുമ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് UDF വരും എന്നുള്ളതല്ലല്ലോ എന്റെ വാദം. ഞാൻ പറയട്ടെ, എന്റെ പൊന്നു സഹോദരൻ, ഞാനത് പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും UDF വരൂ, എങ്ങനെയെങ്കിലും UDF പോവേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയോ? അപ്പൊ പിന്നെ ഒരു രണ്ടുപേര് തമ്മിലുള്ള വ്യക്തിപരമായ ഒരു സംഭാഷണം, ആ സംഭാഷണം എന്തായാലും മാതൃഭൂമിയിലൂടെ അല്ലല്ലോ ഞാൻ അതിന്റെ മറുപടി പറയണ്ടേ, അല്ലേ? ശരിയല്ലോ. പാർട്ടിയുടെ ഒരു പരസ്യശാസനയാണെന്ന് വിചാരിച്ചു. പാർട്ടിയുടെ പരസ്യശാസനയാണെങ്കിൽ പോലും ഞാനത് ഏറ്റുവാങ്ങുക, എന്നിട്ട് പാർട്ടിക്ക് മറുപടി കൊടുക്കുക. പാർട്ടിയോട് പറയേണ്ട കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോടല്ലോ ഞാൻ പറയേണ്ടത്, അത് പാർട്ടിയോട് ഞാൻ പറയാം. അപ്പൊ ഇനി പറഞ്ഞല്ലോ, എന്റെ നേതാക്കന്മാർക്ക് ക്ലാരിറ്റിയോടെ പറയാം, കൺഫ്യൂഷൻ വേണ്ട. എന്റെ നേതാക്കന്മാർക്ക് എന്റെ ഒരു പ്രവൃത്തി, എന്റെ പാർട്ടിക്ക് എന്റെ ഒരു പ്രവൃത്തി തെറ്റാണെന്ന് തോന്നിയാൽ അത് തിരുത്താൻ ഈഗോലെസ് ആയിട്ട് ഞാൻ വന്നിട്ട് ഞാനതിനെ ഇപ്പൊ പാർട്ടി തെറ്റാണെന്ന് പറഞ്ഞതിനെ പാർട്ടി അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നല്ലല്ലോ ഞാൻ പറയുന്നത്. എനിക്കതിനകത്ത് പാർട്ടിക്കെതിരായിട്ട് ഒരു ഈഗോയുമില്ല. കാരണം ഈ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകനാണ്. ഈ പിണറായി കാരണം കണ്ടമാനം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ സർക്കാർ താഴെ ഇറങ്ങുക എന്നുള്ളത് ഈ നാട്ടിലെ ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനെ പോലും, എന്റെ കാര്യം വിട്ടേക്കുന്നു, ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ഒക്കെ ആണല്ലോ. ഈ നാട്ടിലെ ഓരോ സാധാരണ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് 100-200 കേസുകളാണ്. ഞങ്ങളുടെ എല്ലാം ആഗ്രഹം ഈ സർക്കാർ താഴെ ഇറങ്ങണം എന്നുള്ളതാണ്. വർഗീയത ഒഴിച്ച് ബാക്കി എന്തുമായും ചേർന്നിട്ട് ഈ സർക്കാരിനെ താഴെ ഇറക്കും. വർഗീയതയുമായിട്ട് ഞങ്ങൾക്ക് കോംപ്രമൈസ് ഇല്ല. വർഗീയത ഒഴിച്ച് ബാക്കി എന്തുമായും സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് താഴെ അൻവർ മത്സരിച്ചാൽ യുഡിഎഫിന്റെ നിങ്ങൾ ദൂതുമായി പോയെന്നാണ്. വി ഡി സതീശനെതിരെ പേഴ്സണൽ അറ്റാക്ക് നടത്തിയ ഒരാളാണ് അൻവർ. അപ്പൊ ഈ LDF ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോ വി ഡി സതീശന്റെ ശിഷ്യൻ അദ്ദേഹത്തിന്റെ ദൂതുമായി പോയി. ഇങ്ങനെ ഒരു സാഹചര്യം സതീശൻ ഉണ്ടാക്കേണ്ടി അങ്ങനെ അത് കളിയാക്കാന്ന് പറഞ്ഞാൽ അത് അവരുടെ രാഷ്ട്രീയ ദാരിദ്ര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ MLA അവർ 9 വർഷക്കാലം MLA ആക്കി. ഇപ്പൊ കോൺഗ്രസിനകത്ത് പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. CPM ഇത് പറയുന്നത് ലെജിറ്റിമസി ഉള്ളത്. 9 വർഷക്കാലം അവരുടെ MLA ആയിരുന്ന ഒരാളെ കാണാൻ പോയത് മോശപ്പെട്ട കാര്യമാണെന്ന് അവന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെയൊക്കെ ആളുകളെ MLA-മാരാക്കുന്നത് എന്തിനാന്നേ? ഞാൻ ചോദിച്ചത് ഇപ്പൊ കോൺഗ്രസ് നേതൃത്വത്തിന് പൊളിറ്റിക്കൽ ആംഗിൾ ഉണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ പൊളിറ്റിക്കൽ ആംഗിൾ ഞാൻ സമ്മതിക്കുന്നു. CPM-കാർ പറയാം അൻവറിനെ കണ്ടത് ശരിയല്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചാൽ ആളുകൾക്ക് കാണാൻ പാടില്ലാത്ത ആളുകളെയാണ് ഇവർ MLA-മാരാക്കുന്നത്. അപ്പോൾ ജനങ്ങൾ എന്തിനാ ഇവർ ആളുകളെ MLA-മാരാക്കുന്നത്? ഇനി രണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് അദ്ദേഹം ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, UDF നേതൃത്വം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അതിനകത്ത് എന്തെങ്കിലും മാറ്റം പറയുന്നുണ്ടോ? ഇന്നലെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എന്തെങ്കിലും മാറ്റം പറയുന്നുണ്ടോ? അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. ശ്രീ പി വി അൻവർ വന്നാലേ നിലമ്പൂരിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റൂ എന്നുള്ളൊരു വേർഷൻ ഞങ്ങൾ പറയുന്നില്ല. പബ്ലിക്കായിട്ട് ശ്രീ പി വി അൻവറിന്റെ വിഷയത്തിൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് പറ.
അല്ല അങ്ങ് പറ. അല്ല അങ്ങയുടെ മതം അല്ലല്ല. ശരി, അങ്ങ് ചോദ്യം പ്ലേസ് ചെയ്തല്ലോ. ശരി 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 അങ്ങ് ചോദിക്കും. ഇത് വരുമല്ലോ അല്ലേ? ഇത് വരണം, നിങ്ങളുടെ ചാനലിൽ തന്നെ ഇത് വരണം. പബ്ലിക്കായി അൻവറിനെ വിമർശിക്കുകയും രാത്രി അദ്ദേഹത്തെ കാണാൻ പോവുകയെന്നുള്ള വിമർശനമാണ്. ശരി, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മാധ്യമ സ്ഥാപനവും പറഞ്ഞു ഞാൻ അൻവറിനെ കടന്നാക്രമിച്ചു ഈ വിഷയത്തിലെന്ന്. ഞാൻ അൻവറിനെതിരായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് പറഞ്ഞു. ഞാൻ പറയുന്നതല്ല, അല്ല, നിങ്ങളുടെ മാധ്യമ സ്ഥാപനം പറഞ്ഞു, നിങ്ങളുടെ മാധ്യമ സ്ഥാപനവും പറഞ്ഞു ഞാൻ അൻവറിന്റെ വിഷയത്തിൽ തുടക്കം തൊട്ട് പറഞ്ഞതില്ലാത്ത ഞാൻ എന്താ പറഞ്ഞത്? ഇല്ലെങ്കിലും UDF വിജയിക്കാൻ ആവശ്യമില്ലാത്ത തരത്തിൽ താങ്കളുടെ പ്രതികരണം വന്നു എന്നുള്ളത്. അല്ല, ഞാൻ എന്താ പറഞ്ഞത് അങ്ങ് പറയൂ. ഞാൻ എന്താണ് അൻവറിന്റെ വിഷയത്തിൽ പറഞ്ഞതെന്ന് അങ്ങ് പറയും. ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ, ചോദ്യങ്ങൾ മാത്രം പോരല്ലോ, നമ്മൾ മുഖാമുഖമാണല്ലോ. അങ്ങ് പറയൂ. അല്ലല്ല, നിൽക്കും പ്ലീസ് 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 പ്ലീസ്. അല്ലല്ല, ഞാൻ പറയൂ, അങ്ങ് പറയൂ. ഞാനത് അതായത് ഈ വിഷയത്തിനകത്ത് ഇന്നലെയും ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണ്? ഇന്നലെയും ഞാൻ പറഞ്ഞു അൻവർ ഉണ്ടാക്കുന്നത് എന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഉണ്ടല്ലോ, അൻവർ ഈസ് നോട്ട് അവർ ഹെഡ് ഏക്ക്, അൻവർ ഈസ് ദ ഹെഡ് ഏക്ക് ഓഫ് CPM. അതിലിപ്പോഴും ഞാൻ പറയുന്നു. അതിന് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കണക്കുണ്ട്. ഇന്നലെ താങ്കളില്ലായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞൊരു കണക്കുണ്ട്. അതായത് PV അൻവറിന്റെ വോട്ട് എത്ര വോട്ടുണ്ടെന്നുള്ള വിട്ടത് ഒറ്റ വോട്ടുണ്ടെന്ന് വിചാരിച്ചു. സന്ദർശനം പ്രതിപക്ഷ തള്ളിയതിൽ വിസ്തീർണമായി എത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടി തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. പക്ഷേ പിണറായിസം പറഞ്ഞ് പുറത്തേക്ക് വന്നാൽ ട്രാക്ക് മാറുന്നത് അത് പറയാൻ പോയി എന്ന് രാഹുൽ പറഞ്ഞ കാര്യം തന്നെ രാഹുൽ വീണ്ടും ആവർത്തിക്കുകയാണ്.